നമസ്കാരം. ഞാൻ സ്ത്രീ എന്ന ഈ പരിപാടിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ സ്ത്രീ എന്ന ഈ പരിപാടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ടി വിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലോ മാത്രം ഒതുങ്ങി നിൽക്കരുത് എന്നാണ്. കാരണം ഇതിൻ്റെ ഈ ആശയം മുന്നോട്ട് പോയി ഇത് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു ഊർജ്ജമുണ്ടായി, ഒരുപാട് സ്ത്രീ കരുത്തുണ്ടാവട്ടെ, ഒരുപാട് വികസനങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ പരിപാടി തുടങ്ങാൻ പോവാണ്. ആദ്യമായി ഞാൻ ജഡ്ജസിനെ പരിചയപ്പെടുത്താം. ശ്രീമതി KR മീര, അഡ്വക്കേറ്റ് AV വാമനകുമാർ സർ ആൻഡ് ശ്രീ MG രാധാകൃഷ്ണൻ. ഇനി നമ്മുടെ കണ്ടസ്റ്റൻസ് ആണ്. 3 സ്ത്രീ കരുത്ത് ഇവിടെയുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ. അപ്പോൾ ഇവർ പറഞ്ഞു, ഞാനിവിടെ ഇപ്പോൾ കുറച്ച് മുമ്പ് സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ 3 ആറുകളാണെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ്? ഒഴുകുന്ന ആറല്ല, ഇവരെ പേര് തുടങ്ങുന്ന ആർ എന്നുള്ള, ഞാൻ കൂടി 4 ആറായി. ഓക്കെ, സോ ആദ്യം റോഷ്നി, രേഖ, രാഖി, ഈ 3 കണ്ടസ്റ്റൻസ് ഇന്നിവിടെ റെഡിയാണ് ഇവരുടെ പുതിയ ദൗത്യങ്ങളുമായി. പക്ഷേ ഇന്ന് നമ്മുടെ ആദ്യത്തെ സെഗ്മെൻറ്റ് അതല്ല, ഹൃദയരാഗത്തിൽ ഇന്ന് ആദ്യത്തെ കണ്ടസ്റ്റൻറ്റിന് റോഷ്നിയാണ്. റോഷ്നി, ഇന്നത്തെ ഈ താങ്കൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ട് അല്ലെങ്കിൽ താങ്കളെ സ്വാധീനിച്ച പാട്ടെന്നൊക്കെ പറയുന്നത് ഏത് പാട്ടാണെന്നല്ല, എന്തുകൊണ്ടാണെന്ന് പിന്നെ അറിയാം, പക്ഷേ ഏത് പാട്ടാണ്? കൂടുതൽ ഇഷ്ടപ്പെടാൻ കുറേ പാട്ടുകളുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പരീക്ഷ എന്ന സിനിമയിലെ ഒരു പുഷ്പം മാത്രമേ. മലയാളം അറിയില്ലെങ്കിലും ഈ പാട്ട് ഇഷ്ടമാണ്. മലയാളം പാട്ടുകൾ കേൾക്കുന്നുണ്ട്. ഗുഡ്. റോഷ്നിക്ക് മാത്രമല്ല ഒരു പുഷ്പം മാത്രം എന്ന പാട്ട് എല്ലാവരുടെയും മനസ്സിലിങ്ങനെ എപ്പോഴും ചേക്കേറിയ ഒരു പാട്ടാണ്. അപ്പോൾ ആ പാട്ടിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ നമ്മൾ പിന്നീട് ചോദിക്കാം. ഇപ്പോൾ പാട്ട് പാടാൻ വരുന്നത് നമ്മുടെ എല്ലാവരും ഇഷ്ടഗായകൻ വിധു പ്രതാപാണ്. അപ്പോൾ ഈ എപ്പിസോഡിലെ ആദ്യത്തെ സെഗ്മെൻറ്റ് ഹൃദയരാഗം. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാം. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ, അതിഗൂഢമെന്നൂടെ ആരാമത്തിൽ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ, അതിഗൂഢമെന്നൂടെ ആരാമത്തിൽ. സ്വപ്നങ്ങൾ കണ്ടു, സ്വപ്നങ്ങൾ കണ്ടു, നിനക്കുറങ്ങിടുവാൻ. പുഷ്പത്തിൻ തൽപ്പമങ്ങ് ഞാൻ വിരിക്കാം, ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ.
മറ്റുള്ളോർ പോയല്ലോ മമ സഖി നീ എന്നു വന്നു ചേരും മലർമണം മാഞ്ഞല്ലോ മറ്റുള്ളോർ പോയല്ലോ മമ സഖി നീ എന്നു വന്നു ചേരും മനതാരിൽ മാറിക്കാ മൂടിക്കഴിഞ്ഞല്ലോ മമ സഖി നീ എന്നു വന്നു ചേരും മനതാരിൽ മാറിക്കാ മൂടിക്കഴിഞ്ഞല്ലോ മമ സഖി നീ എന്നു വന്നു ചേരും ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാം വിധു പാടുമ്പോൾ തന്നെ വിധുവിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ അത് ഇങ്ങനെ യു ആർ ഫീലിംഗ് ഇറ്റ് ആൻഡ് സിംഗിങ് എന്ത് രസമായിരുന്നു അറിയാം. എനിക്ക് അവിടെ നിന്ന് വരണം എന്ന് തോന്നിയിരുന്നില്ല, കാരണം ഇങ്ങനെ പാടിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് തോന്നുന്നു റോഷിനി? ഇഷ്ടപ്പെട്ട പാട്ട് ഇത്രയും നന്നായിട്ട് വിധു പാടി തന്നു, ഇടയ്ക്കൊരു ക്യൂ തന്നു സ്വപ്നം എന്നൊക്കെ പറഞ്ഞപ്പോൾ. എനിക്ക് പാടിയ മാതിരി തോന്നി. ഗുഡ്. അപ്പോൾ താങ്കൾ പാടിയ മാതിരി തോന്നിയല്ലേ? എനിക്ക് വേണ്ടി പാടിയ മാതിരി തോന്നി. ആ അങ്ങനെ വരട്ടെ. ഓക്കെ, നോട്ടം വെറുതെ ആയില്ല. കറക്റ്റ്. അപ്പോൾ ഇനി വിധുവിൻ്റെ പാട്ടിനുള്ള പാട്ട് എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്യുന്നതൊക്കെ ജഡ്ജസ് ചോദിക്കുന്നാലും ഈ ഒരു പാട്ട് ഭാസ്കർ മാഷ്ക്ക് എത്രയോ നല്ല പാട്ടുണ്ട്, ഈ ഒരു പാട്ട് മാത്രം സെലക്ട് ചെയ്യാനുള്ളൊരു അതിലൊരു ചെറിയ റീസൺ ഉണ്ട്. എൻ്റെ അച്ഛൻ എപ്പോഴും മൂളുന്ന പാട്ടാണിത്. ഓക്കെ. പിന്നെ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ്റെ അമ്മയുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ അമ്മ കല്യാണം സമയം വരെ എപ്പോഴും ആലോചിച്ച് മൂളിക്കൊണ്ടിരുന്ന പാട്ടായിരുന്നു അമ്മയ്ക്ക് വേണ്ടി. അത് ഇന്നും പറയുന്നുണ്ട്, ഇന്നും പാടുന്നുണ്ട്. ഈ പാട്ടന്നെയാണോ പാടുന്നത്? അതെ. സക്സസ്ഫുൾ മാരേജ്. അതെ. അപ്പോൾ ആൻഡ് ഞാൻ പിന്നെ എപ്പോഴും കളിയാക്കാറുണ്ട്. അപ്പോൾ ഇവര് എന്നോട് ഒരു പാട്ട് സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് വേറെ ഒന്നും വന്നില്ല, ഇതന്നെ വന്നു. വെരി ഗുഡ്. അപ്പോൾ ഇനി ഒരു പുഷ്പമാണോ അല്ലെങ്കിൽ 10 പുഷ്പമാണോ കിട്ടാൻ പോകുന്നത് ഞാൻ ചോദിക്കട്ടെ. ശരിക്കും റോഷ്നി, ഈ പാട്ടിലെ ഒരു സ്ത്രീവിരുദ്ധ ചിന്താഗതിയില്ലേ? ബാക്കി എല്ലാ പുഷ്പങ്ങളും മറ്റുള്ളവർക്കെല്ലാം കൊടുക്കും, ഒരെണ്ണം മാത്രം നിനക്ക് വേണ്ടിട്ട് വെക്കാന്നല്ലേ പറയുന്നത്? അതെനിക്ക് തന്നല്ലോ. അത് തന്നല്ലോ. അല്ല, റോഷിന്റെ ഒരു അഭിപ്രായം എന്താണ് ആ വരികളെ പറ്റി? ആ കാലത്തെ ഒരു പ്രണയം, ആ പ്രണയ സങ്കല്പം, അല്ലെങ്കിൽ അത് ഒരു സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ചുള്ള അന്നത്തെ ഒരു സങ്കല്പമായിരിക്കും അതിൽ നിഴലിക്കുന്നത്. അതെങ്ങനെയാണ് റോഷിനി അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത്? അതൊരു ആഡ് ചെയ്തോട്ടെ മാഡം. സിനിമ വന്നത് പരീക്ഷ 69. ഈ സീൻ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പാട്ട് കണ്ടിട്ടുണ്ട്. അത് ഞാൻ ചോദിക്കണം, പാട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ. മാം ചോദിച്ചത് ഈ ഒരു പുഷ്പം മാത്രം എന്തുകൊണ്ടാണ്? പാട്ടിൽ കവി പറയുന്നത്, കാമുകൻ കാമുകിയോട് പറയാണ്, ബാക്കി എല്ലാ പുഷ്പങ്ങളും പോയി, ഈ ഒരു പുഷ്പം മാത്രം ഞാൻ നിനക്ക് വേണ്ടിയിട്ട് വെക്കാം, നീ വരുമ്പം ചൂടിക്കാൻ. ബാക്കി പുഷ്പങ്ങളുടെ കണക്ക് നമ്മൾ ആരോട് ചോദിക്കും? അത് മാത്രം വാടാത്ത പുഷ്പമായോണ്ട് അവർക്ക് മാത്രം വെച്ചതാണ്. മിടുക്കി. ഞാൻ വിചാരിച്ച മൾട്ടിപ്പിൾ ഗേൾഫ്രണ്ട്സ്. അത് ബാക്കിയുള്ളവർക്ക് കൊടുത്തു. റോഷ്നി, ഇതൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ. പൂക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള പൂ ഏതാ? സൺഫ്ലവർ. ഈ പാട്ട് കേൾക്കുമ്പം ആ സൺഫ്ലവറിന്റെ ഒരു ഇമേജ്, ഒരു ബിംബം മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഈ പാട്ട് കേൾക്കുമ്പോൾ റോസാണ് വന്നത്. ബിക്കോസ് ജനറലി ലവ് ഇസ് റിലേറ്റഡ് ടു റോസ് ആൻഡ് കാർനേഷൻസ് ആൻഡ് ഓൾ ദാറ്റ്. ബട്ട് എൻ്റെ ഫേവറേറ്റ് പൂ ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞതാ സൺഫ്ലവർ. അടുത്ത പാട്ടിന് വകയുണ്ട്, സൂര്യകാന്തി. അതെ. ഇങ്ങനെ ഒരു പുഷ്പം എപ്പോഴെങ്കിലും ആരെങ്കിലും റോഷ്നിയുടെ ജീവിതത്തിൽ കരുതി വെച്ച് തന്നിട്ടുണ്ടോ? ഇല്ല. ആഗ്രഹമുണ്ടോ കിട്ടണം? ഇല്ല, ഇനിയില്ല. ഒരു പുഷ്പം കിട്ടണമെന്നില്ലേ? ഒരു പുഷ്പമെങ്കിലും. ഒരു പുഷ്പം കിട്ടി, അതെന്റെ മോള്. സോ സ്വീറ്റ്. ഗുഡ്.
MGR സർ. ഈ പാട്ടിൻ്റെ കോണ്ടെക്സ്റ്റോ ഈ മലയാളം പാട്ടുകളെക്കുറിച്ചോ സിനിമയെക്കുറിച്ചൊന്നും അറിയാത്ത ഒരു മറുനാടൻ പുതിയ തലമുറയിലുള്ള ഒരു കുട്ടി ഗൾഫിൽ വളർന്നതാണ്. കുട്ടി പറഞ്ഞു ഇത് ഒന്നുകിൽ ഒരു പൂ കച്ചവടക്കാരൻ പാടുന്നതാണ്, അതല്ലെങ്കിൽ ഒരു ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് പാടുന്നതാണ്. കാരണം ഒരു മുറി മാത്രം ഞാൻ തുറക്കാതെ വെക്കുന്നുണ്ട് നീ വരുമ്പോൾ. ആരെ പറ്റിയാണ്, ആർക്കുള്ളതാണ് ഈ പാട്ടെന്നത്? ഈ ഓരോ പാട്ടിൻ്റെയും ഓരോ സാംസ്കാരിക പശ്ചാത്തലമുണ്ടല്ലോ, അത് അറിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ വളരെ റിഡിക്കുലസ് ആയിട്ട് ചില ആശയങ്ങൾ വരാം. പക്ഷേ ഈ പറഞ്ഞ പോലെ മലയാള സിനിമയിലെ ഈ ബാബുരാജിനെ പോലെ ഒരു ഗ്രേറ്റ് മ്യൂസിഷ്യൻ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കോഴിക്കോടിൻ്റെ സ്വന്തം, പിന്നെ ഈ പറഞ്ഞ പോലെ ഏറ്റവും ദാരിദ്ര്യത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കെടുതിയുടെയും ഒക്കെ ഉള്ളിൽ നിന്ന് വളർന്ന ഈ താമരപ്പൂ പോലെ ചെളിയിൽ നിന്നാണ് ഉണ്ടാകുന്ന പോലെ ആ ദുരിതത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും കണ്ണീരിൽ നിന്നുമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ പാട്ടുകളുണ്ടായത്. അപ്പോൾ ഈ പാട്ടിൻ്റെ ഏറ്റവും വലിയ ഒരു സുഖം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു പുഷ്പം എന്ന് പറഞ്ഞാൽ ആ ഒരു പുഷ്പത്തിനും ഒരു മുറിക്കും അത് നിനക്ക് വേണ്ടി മാത്രമാണെന്ന് പറയുന്നതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പ്രണയം. ഈ പാട്ടിനെ പറ്റി എനിക്ക് തോന്നുന്നത് റോഷിനി പറഞ്ഞ അഭിപ്രായങ്ങളും വളരെ രസകരമായിട്ടുള്ള അഭിപ്രായമാണ്. കാരണം അതിനെക്കുറിച്ചുള്ള എനിക്ക് വേണ്ടിയാണ് പാടുന്നത്. ഓരോരുത്തരും പാടുമ്പോൾ അതാണ് ആ പാട്ടിൻ്റെ വിജയം. ഒരു പാട്ട് പാടുമ്പോൾ അത് എനിക്ക് വേണ്ടിയാണ് ആ പാട്ടുകാരൻ അത് ചിന്തിച്ചത്, അല്ലെങ്കിൽ ആ കവി ചിന്തിച്ചത്, സംഗീത സംവിധായകനുള്ളത്, പാട്ടുകാരൻ ആ പാടിയത് എന്ന് നോക്കുമ്പോൾ ആ പാട്ടിൻ്റെ പരിപൂർണ വിജയം. ഭാസ്കരൻ മാഷ് എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാള സിനിമ ഗാന ശാഖയെ ഇതുപോലെ എത്രയോ ഉന്നതങ്ങളിലേക്ക് ഉയർത്തിയ മറ്റൊരാളെ കാണുമ്പോൾ ഏറ്റവും ഒന്നാം സ്ഥാനത്താണ് എന്തൊക്കെയായാലും. അല്ലെങ്കിൽ തർക്കങ്ങളും ഇതുകൊണ്ട് ആരാണ് ഭേദം. എന്നാലും എനിക്ക് തോന്നുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അൾട്ടിമേറ്റ് മലയാള സംഗീതത്തിൻ്റെ അത് വളരെ ഒരു വിചിത്രമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ മലയാള സിനിമയിലെ മറ്റെല്ലാ മേഖലകളും പിന്നെ ഭേദപ്പെട്ടിട്ടുണ്ട് ടെക്നിക്കലി. പക്ഷേ ഒരുപക്ഷെ അല്പം പിന്നിലോട്ട് പോയത് ഈ മലയാള സിനിമ സംഗീത സാഹിത്യമാണ്. അതുപോലെ നമുക്ക് ആ 3 പേരുടെ ഒരു കാലം, അല്ലെങ്കിൽ 4 പേരുടെ, ശ്രീകുമാരൻ തമ്പി അടക്കമുള്ള 4 പേരുടെ കാലം കഴിയുമ്പോഴേക്കും ബാക്കി എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോയെങ്കിലും ഈ പാട്ട് പോലെ ഇത്രയും സൗന്ദര്യമുള്ള പാട്ട് അതൊരു തലമുറയുടെ പ്രശ്നമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇതുപോലെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ പാട്ട് തിരഞ്ഞെടുത്ത റോഷിനിയും ഈ പാട്ട് പാടിയ വിധുവും വാസ്തവത്തിൽ ഈ നമ്മുടെ ഈ അന്തരീക്ഷത്തിനെ ഈ നമ്മുടെ അനുഭവത്തെ ഒക്കെ ധന്യമാക്കിയിരിക്കുന്നു. അപ്പോൾ വിധുവിന് 100-ൽ 100 അതിൽ യാതൊരു തർക്കമില്ല. ഇനി റോഷിനിക്ക് എത്ര പുഷ്പമാണ് ഇന്നിവിടെ കിട്ടാൻ പോകണമെന്നുള്ളത് ജഡ്ജസ് തീരുമാനിക്കട്ടെ.